അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് നമ്മൾ തയമ്മം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വസ്വാസുകൾ നീക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണ് തയമ്മം ചെയ്തതെന്നും അതുമായി ബന്ധപ്പെട്ട ചില വിധിവിലക്കുകളാണ് നമ്മൾ ഇന്ന് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ തന്നെ ഈ വിഷയകമായി പറഞ്ഞ ആയത്ത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വൈൻ കുൻതും മർല ഔ അലാ സഫരിൻ ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്തി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദു മാഅൻ ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദീക്കും മിൻഹു. ഇവിടെ അല്ലാഹു തആല പറഞ്ഞ കാര്യം, നിങ്ങൾ രോഗികളോ യാത്രക്കാരോ അല്ലെങ്കിൽ നിങ്ങളിൽ വല്ലവനും മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് വന്നവനോ അല്ലെങ്കിൽ സ്ത്രീകളുമായി ലൈംഗിക ബന്ധം സ്ഥാപിച്ചവനോ എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം ലഭിക്കാതിരുന്നാൽ നിങ്ങൾ ഫതയമ്മമു സ്വഈദൻ ത്വയ്യിബ, നിങ്ങൾ ശുദ്ധമായ പ്രതലത്തെ സമീപിച്ചു കൊള്ളുക. മാത്രമല്ല, എന്നിട്ട് അള്ളാഹു പറഞ്ഞത്, അതിൽ നിന്ന് നിങ്ങളുടെ മുഖവും കൈകളും നിങ്ങൾ തടവിക്കൊള്ളുകയും ചെയ്യുക. ഇവിടെ അള്ളാഹു തആല തയമ്മുമിൻ്റെ വിധി പറഞ്ഞു, നിയമം പറഞ്ഞു. അതായത് ഏതൊക്കെ കാരണങ്ങളാലാണ് തയമ്മം ചെയ്യാവുന്നത്? ഒന്ന്, രോഗം കാരണം നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. രണ്ട്, നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. മൂന്ന്, മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് വന്ന് എന്ന് പറഞ്ഞാൽ ഒളു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. അടുത്തത്, നിങ്ങൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കുളി നിർബന്ധമായാൽ നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. അങ്ങനെ തയമ്മം ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതായത് വെള്ളം ലഭിക്കാതെ വരികയോ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുന്ന സമയങ്ങളിൽ യാത്രക്കാരായിക്കൊണ്ടോ രോഗികളായിക്കൊണ്ടോ അല്ലെങ്കിൽ കുളി നിർബന്ധമാകുന്ന അവസ്ഥ വന്നതുകൊണ്ടോ ഒളു നഷ്ടപ്പെട്ടു പോയി ഒളുവെടുക്കാൻ വെള്ളമില്ലാത്തൊരവസ്ഥ വരുന്നത് കൊണ്ടോ ഒരാൾ ആയിത്തീരുമ്പോൾ അയാൾക്ക് വെള്ളത്തിന് പകരം, വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ഏതു സ്ഥലത്ത് 2 കൈപ്പടങ്ങളും അടിച്ച് അയാളുടെ മുഖവും കൈകളും തടവണം എന്നാണ് അല്ലാഹു തആല ഈ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, വെള്ളം ലഭ്യമാവാതിരിക്കുകയോ ഉപയോഗിക്കാൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ സാധ്യമാവാത്ത വിധം രോഗമോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നുള്ള അകലമോ ഇങ്ങനെ യാത്ര കാരണമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അയാൾ തയമ്മം ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞു. വുളുവിന് പകരമാണ്, കുളിക്ക് പകരമാണ് ഈ തയമ്മം. ഇതുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെയൊക്കെ തയമ്മം ചെയ്യാം? ഇവിടെ നിങ്ങൾ നോക്കൂ, ഉമാമ റളിയല്ലാഹു അബി ഉമാമ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിലുള്ളത്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. കാല അവിടുന്ന് പറഞ്ഞു, ജുഇലത്തിൽ അർളു കുല്ലുഹാ ലീ വലി ഉമ്മത്തി മസ്ജിദൻ വത്തുഹൂറ. എൻ്റെ ഉമ്മത്തുകൾക്ക്, എനിക്കും എൻ്റെ ഉമ്മത്തികൾക്കും എൻ്റെ സമുദായത്തിന് മാത്രം അല്ലാഹു തആല നൽകിയ ഒരു വർധനവാണ് എല്ലാ ഭൂമി മുഴുവൻ പള്ളിയാവുകയും ശുദ്ധിയാക്കാനുള്ള സ്ഥലമായി തീരുകയും ചെയ്യുക എന്നത്. അതാക്കി തീർത്തത്. ഫൈനമ അദറക്കത്ത് റജുലൻ മിൻ ഉമ്മത്തി അസ്വല, ഒരാൾ എൻ്റെ ഉമ്മത്തികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഭൂമിയിൽ എവിടെ വെച്ചെങ്കിലും അയാൾക്ക് നമസ്കാരമായി, ഫഇൻദഹു മസ്ജിദുഹു, എങ്കിൽ അയാളുടെ അടുത്ത് തന്നെ അയാളുടെ പള്ളിയുണ്ട്, അതായത് ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. വഇൻദഹു തുഹൂറുഹു, ശുദ്ധിയാക്കാനുള്ള പ്രതലവും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഭൂമി നമസ്കരിക്കാനും പറ്റുന്നതാണ്, ശുദ്ധിയാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഭൂമിയിൽ എവിടെ വെച്ചും നമ്മൾക്ക് നമസ്കരിക്കാം. ശുദ്ധിയാവണം എന്നേ അർത്ഥമുള്ളൂ, ശുദ്ധിയുള്ള സ്ഥലമാകണം എന്നേ അർത്ഥമുള്ളൂ. മണ്ണാവാം, പലകയാവാം, മരമാവാം, ചുമരാവാം, മതിലാവാം, ശുദ്ധമായ പ്രതലമാകണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടെ വെച്ച് നിസ്കരിക്കാം. അവിടെ എവിടെയെങ്കിലും വെച്ച് 2 കൈകളും ഭൂമിയോട് ചേർത്ത് വെച്ച് ഒരു മുഖവും 2 കൈപ്പടങ്ങളും തടവുക എന്നതാണ് അതിൻ്റെ നിയമം. ഇവിടെ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പ്രവാചക തിരുമേനി എപ്രകാരമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നബി ജുഹൈം റളിയല്ലാഹു അൻഹു ഖാല അഖ്ബല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജിദാർ,
നമസ്കാര സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചുമരിനടുത്തേക്ക് ചെന്നു. ഫമസഹ ബി വജിഹിഹി വയദൈഹി, എന്നിട്ട് ആ ചുമരിൽ കൈകൾ വെച്ച് പ്രവാചകൻ തൻ്റെ മുഖവും രണ്ട് കൈകളും തടവി. ഇവിടെ കൈകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശം നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് തയമ്മം ചെയ്യേണ്ട രീതി എന്നത് അതുകൂടെ ഈ കൂട്ടത്തിൽ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ഒരാവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ വഴിയിൽ വെച്ച് എനിക്ക് ജനാബത്ത് ബാധിച്ചു. ഞാൻ എന്തു ചെയ്തു? ഞാൻ മൃഗങ്ങൾ ഭൂമിയിൽ കിടന്ന് മണ്ണിൽ ഉരുളുന്നത് പോലെ ഞാൻ ഭൂമിയിൽ കിടന്ന് ഉരുണ്ടു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? കുളിക്ക് പകരം അങ്ങനെ ചെയ്തു. പിന്നീട് നമസ്കരിക്കേണ്ട സമയമായപ്പോഴൊക്കെ നമസ്കരിച്ചു. ഇത് റസൂലുള്ളാഹിൻ്റെ അടുത്ത് തിരിച്ച് യാത്രയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ നബിനോട് ഞാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് അതിന് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ യക്ഫീക അൻ തസ്നഅ ഹക്കദ, നിനക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഫളറബ ബികഫിഹി ലർബത്തൻ അലൽ അർളി, എന്നിട്ട് റസൂലുള്ളാഹ് രണ്ട് കൈപ്പടങ്ങളും ഒരു അടി ഭൂമിയിൽ അടിച്ചു. സുമ്മ മസഹ ബിഹിമാ, എന്നിട്ട് ആ ഒരടി കൊണ്ട് പ്രവാചക തിരുമേനി രണ്ട് കൈകൾ കൊണ്ടും തടവി. ലൊഹറ കഫിഹി, കൈപ്പടത്തിൻ്റെ പുറംഭാഗവും, ബിഷിമാലിഹി, ഇടത് കൈകൊണ്ട്, ഔ ലൊഹറ ഷിമാലിഹി, അല്ലെങ്കിൽ ഇടത് കൈപ്പടത്തിൻ്റെ പുറംഭാഗം തടവി, ബികഫിഹി, തൻ്റെ കൈകൊണ്ട്. സുമ്മ മസഹ ബിഹിമാ വജ്ഹഹു, ശേഷം പ്രവാചക തിരുമേനി തൻ്റെ മുഖവും ആ ഒരു കൈപ്പടത്തിൻ്റെ ഒരടി കൊണ്ട് തന്നെ മുഖവും തടവുകയുണ്ടായി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു അടിയാണ് റസൂൽ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് കൈപ്പടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവുന്നു, അതോടൊപ്പം മുഖവും തടവുന്നു. ഇവിടെ ഒരു അഭിപ്രായമുള്ളത്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. ഖുർആനിൽ വംസഹു ബി വുജൂഹിക്കും എന്ന് വന്നിട്ടുണ്ടല്ലോ, ആദ്യം തന്നെ അതാണല്ലോ വന്നത്. ആ ക്രമമനുസരിച്ച് ആദ്യം മുഖം തടവുന്നതാണ് ഉത്തമം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അത് തന്നെയാണ് നല്ലത് എന്ന അഭിപ്രായമാണ് നമ്മൾക്കുള്ളത്. പിന്നീട് കൈപ്പടവും തടവണം എന്നാണ്. കൈകൾ മുഴുവൻ തടവുക എന്നത് ഷാഫി മദ്ഹബിലുള്ള ഒരു നിയമമായിട്ടാണ് അറിയപ്പെടുന്നത്. നേരെ മറിച്ച് പ്രവാചക തിരുമേനി ചെയ്ത് കാണിച്ചിട്ടുള്ളത് ദാ ഇപ്രകാരമാണ് ചെയ്യേണ്ടത് എന്ന് അമ്മാറിനോട് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ ഹദീസിലുള്ളത്. അതുകൊണ്ട് ഒരു അടി അടിക്കുക, ആ അടി കൊണ്ട് ആ അടി ശുദ്ധമായ സ്ഥലത്തായിരിക്കണം. രണ്ടാമത്തേത്, ആ ഒരടി കൊണ്ട് മുഖവും രണ്ട് കൈപ്പടങ്ങളും തടവുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി. തയമ്മുമിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്താണ്? രോഗം. രോഗിക്ക് തയമ്മം ചെയ്യാമെന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ. ഈ രോഗം എന്ത് തരം രോഗമാണ്? വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത വിധമായാൽ അതിന് പകരം അയാൾ തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. ഏതിന്? കുളിക്കും ഒളുവിനും പകരമാണ് തയമ്മം. ഒളുവിന് മാത്രമല്ല, കുളിക്കും ഒളുവിനും പകരം. അമ്മാറിൻ്റെ സംഭവം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം രണ്ടിൽ നിന്ന് ശുദ്ധിയാവാനും വെള്ളം ലഭ്യമാവാതെ വരികയും മാത്രമല്ല രോഗമാണെങ്കിൽ ലഭ്യമായാലും ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ചെയ്താൽ ആ രോഗി അതിനു പകരം ഒളുവിനും കുളിക്കും പകരം രോഗത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് അയാൾക്ക് തയമ്മും ചെയ്യാവുന്നതാണ്. ഇതാണ് ഏത് തരം രോഗത്തിന് എത്ര രോഗത്തിൻ്റെ കാഠിന്യം ഏതൊക്കെ എന്നുള്ളത് ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. അയാൾക്ക് തയമ്മം ചെയ്യാം. രണ്ടാമത്തത്, രോഗം മാത്രമല്ല, വെള്ളം ഉപയോഗിച്ചാൽ രോഗമുണ്ടാകുമെന്ന് ഭയപ്പെട്ടാലും അയാൾക്ക് തയമ്മം ചെയ്യാം. കാരണം വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് കടുത്ത പനി വരുന്നു, അല്ലെങ്കിൽ കടുത്ത തണുപ്പ് കൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ ശരീരത്തിന് വരുന്നു. ഇങ്ങനെയൊക്കെ ആയാൽ വെള്ളം മാത്രമല്ല, ശുദ്ധിയാക്കാൻ, നമ്മൾക്ക് ശൗച്യം ചെയ്യാൻ വെള്ളം ഉപയോഗിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗം വരാനോ കഠിനമായ തണുപ്പ് കൊണ്ട് സാധ്യമാവാതെ വരികയോ ഒക്കെ ചെയ്താൽ വലിയ അശുദ്ധിക്കും ചെറിയ അശുദ്ധിക്കും പകരം ഉളവിന് പകരം അയാൾ തയമ്മും ചെയ്താൽ മതി. കാരണം ഇങ്ങനെ ആണ് നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൻ്റെ അതിൻ്റെ അധ്യായത്തിന് ഹെഡിങ്ങൻ എന്താണെന്നറിയോ? ബാബു ഇദാ ഖാഫൽ ജുനുബു അലാ നഫ്സിഹിൽ മറള അവിൽ മൗത്ത ഔ ഖാഫൽ അത്തിഷ. വെള്ളമുണ്ട്, പക്ഷെ അയാൾക്ക് കുടിക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ദാഹം തീർക്കാൻ വെള്ളം ആവശ്യമാണ് എങ്കിൽ അയാൾ ഇദാ ഖാഫൽ ജുനുബ്, അയാൾ ജനാബത്തിനെ ഭയപ്പെട്ടു, അലാ നഫ്സിഹി, സ്വന്തം ശരീരത്തിന്, അൽ മറള, രോഗം എന്ന് പറഞ്ഞാൽ
ജനാബത്തിന് കുളിച്ചു കഴിഞ്ഞാൽ രോഗമുണ്ടാകുമെന്ന് അയാൾക്ക് പേടിയായി. അവിൽ മൗത്ത്, അല്ലെങ്കിൽ മരണം സംഭവിച്ചു പോകുമോ എന്നയാൾക്ക് തോന്നി. ഔ ഹാഫൽ അത്തിഷ, അല്ലെങ്കിൽ ഉള്ള വെള്ളം ഒളു ചെയ്യാൻ ഉപയോഗിച്ചാൽ കുടിക്കാൻ വെള്ളമില്ലാതെ ദാഹിച്ച് അവശനായി പോകുമോ എന്ന് തോന്നിയാൽ അയാൾ എന്ത് ചെയ്യട്ടെ? അയാൾ ഈ ഉള്ള വെള്ളം കൊണ്ട് തയമ്മം ചെയ്യുന്നതിന് പകരം, ഒളു ചെയ്യുന്നതിന് പകരം അയാൾ തയമ്മം ചെയ്തു കൊള്ളട്ടെ എന്നാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസിന് ഹെഡിങ് ആയി കൊടുത്തിട്ടുള്ളത്. ഇവിടെ മറ്റൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള കാര്യം, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ, അതുപോലെ യാത്രക്കാരനായാൽ, അതുപോലെ വെള്ളം ലഭിക്കാതിരുന്നാൽ, ഈ സമയങ്ങളിലൊക്കെ തയമ്മം ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ മുറിവുകൾ ഉണ്ടായാൽ ആ മുറിവുള്ള ഭാഗത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ആ മുറിവിൻ്റെ അഴിച്ചു വെക്കാവുന്നതാണെങ്കിൽ അതിൻ്റെ മേലുള്ള പാഡുകൾ അഴിച്ചു വെച്ച് കഴുകുകയാണ് വേണ്ടത്. സാധ്യമല്ലെങ്കിൽ അതിൻ്റെ മേലെ തടവിയാൽ മതി. എന്നാൽ ഈ തടവുന്നതിലേറൊക്കെ ഉത്തമമായി പറയുന്നത്, ഏത് തരം മുറിവും ഏത് തരം രോഗവും ഏത് തരം അവശതകളും വന്നാലും ഒളുവെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അയാൾ തയമ്മം ചെയ്തു കൊള്ളട്ടെ എന്നാണ്. ചെറുതായാലും വലുതായാലും അയാൾ തയമ്മം ചെയ്തു കൊള്ളട്ടെ എന്നാണ്. ഇപ്പം അതിൻ്റെ മേലെ തടവേണ്ടതില്ല, ബാൻഡേജിൻ്റെ മേലെ തടവേണ്ടതില്ല, തയമ്മം ചെയ്താൽ മതി എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾക്ക് തയമ്മം ചെയ്യാം. അതിൽ യാതൊരു സംശയവും വേണ്ട. പണ്ഡിതന്മാർ അതിനെ അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തത് വേറെ സംഗതി, യാത്രക്കാരന് വെള്ളം കിട്ടും, പക്ഷേ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. വെള്ളം ഇങ്ങനെ കാണുകയാണ്, പുഴൻ്റെ മുകളിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, പക്ഷേ അയാൾക്ക് വെള്ളം കാണുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റൂല, ഉപയോഗിക്കാൻ കിട്ടൂല. അതിന് കാത്തു നിന്നാൽ നമസ്കാരം സമയം തെറ്റിപ്പോകും, നിസ്കരിക്കാൻ കഴിയില്ല. എങ്കിൽ അയാൾ ഖുർആൻ തന്നെ പറഞ്ഞ ആ യാത്രയിൽ അയാൾക്ക് തയമ്മം ചെയ്യാം. വെള്ളം കിട്ടിയില്ല എന്നുള്ളതല്ല വിഷയം. അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അയാൾക്ക് തയമ്മം ചെയ്യാം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വെള്ളം ലഭിക്കാതിരുന്നാൽ ഏതായാലും തയമ്മം ചെയ്യാവുന്നതാണല്ലോ. പിന്നെ വെള്ളമൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്താൻ കഴിയില്ല, ജന്തുക്കളുണ്ട്, പിന്നെ ശത്രുക്കളുണ്ട്, പിന്നെ വെള്ളം കുറച്ചാണ് ചെന്നാലൊക്കെ വെള്ളം കിട്ടും, കുളിക്കാനും ഒതുവെടുക്കാനൊക്കെ കിട്ടും. എന്നാലും അങ്ങോട്ട് പോകാൻ സാധ്യമാവാത്ത വിധം ശത്രുക്കളോ മൃഗങ്ങളോ ക്രൂരജന്തുക്കളോ ഒക്കെ ഉണ്ടായാൽ അയാൾക്ക് തയമ്മം ചെയ്യാം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട തയമ്മുമിൻ്റെ ചർച്ചയിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുള്ളത്. പറഞ്ഞത് ആവശ്യമാകുന്ന സമയത്ത് തയമ്മം ചെയ്ത് നിസ്കരിക്കേണ്ടതുണ്ട്. ഇനി ഇതിലുള്ളൊരു പ്രശ്നം, തയമ്മം ചെയ്ത് നിസ്കരിച്ച നിസ്കാരം തയമ്മത്തിന് കുളിക്ക് പകരം തയമ്മം ചെയ്താലും ഉളുവിന് പകരം തയമ്മം ചെയ്താലും എന്നിട്ട് അതിനുശേഷം തയമ്മം ചെയ്ത നിസ്കാരം വീണ്ടും മടക്കി നിസ്കരിക്കണം എന്ന ഒരു ഖുറാഫാത്ത്, ഒരു അന്ധവിശ്വാസം ആളുകൾക്കിടയിലുണ്ട്. അത് ഇസ്ലാമികമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിക്കുകയോ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഉളു മുറിയുന്ന കാര്യം പോലെ തന്നെയാണ് തയമ്മം. ആ തയമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉളു മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് തയമ്മം മുറിയും. എന്നാൽ ഉളു മുറിയുന്നത് വരെ എത്ര നമസ്കാരം ഒരാൾക്ക് നിർവഹിക്കാൻ പറ്റുമോ അത്രത്തോളം നമസ്കാരം ഒരാൾ തയമ്മം ചെയ്താലും അതുകൊണ്ട് നിർവഹിക്കാം. ഒരു തെറ്റിദ്ധാരണ, തയമ്മം കൊണ്ട് ആ ഒരു നിസ്കാരേ പാടുള്ളൂ എന്നൊരു ധാരണ ഉണ്ട്. ഇല്ല, അയാൾക്ക് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുകയും വെള്ളം ലഭ്യമാവുകയും ചെയ്യുന്നത് വരെ അയാൾക്ക് ആ ചെയ്ത തയമ്മം മുറിഞ്ഞിട്ടില്ലെങ്കിൽ, ഉളുവിൻ്റെ കാരണങ്ങളാൽ മുറിയും, ഉളു മുറിയുന്ന കാരണങ്ങളാൽ മുറിയും. അങ്ങനെ മുറിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര നമസ്കാരവും അതുകൊണ്ട് നിർവഹിക്കാവുന്നതാണ്. ഇത് അല്ല എന്നുള്ളതിന് പ്രവാചകനിൽ നിന്നുള്ള ഒരു തെളിവ് വരാത്തത് കൊണ്ടാണ് അള്ളാഹു നൽകിയ ഇളവ് എടുക്കുകയാണ് വേണ്ടത്. അള്ളാഹു യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങൾക്ക് അള്ളാഹു തആല പ്രയാസമല്ല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാൾക്കും അവരോട് കഴിവില്ലാത്തത് അള്ളാഹു കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് നൽകിയ ഈ സൗകര്യം എടുക്കണം. ഒരു കാര്യം തീർത്ത് മനസ്സിലാക്കുക, തയമ്മം ചെയ്യാൻ സാധിച്ചില്ല, വെള്ളം കിട്ടിയില്ല, മണ്ണ് കിട്ടിയില്ല, പക്ഷേ നമസ്കാര സമയമായാൽ അയാൾ മനസ്സിൽ വളു ഉണ്ടായാലും ഇല്ലെങ്കിലും അതിനൊന്നും സാധിക്കുന്നില്ലല്ലോ, അയാൾ നമസ്കരിക്കണം. കാരണം ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിർബന്ധമായ നമസ്കാരം അയാൾ ഒഴിവാക്കാൻ ഒരു കാരണവും ഈ ദുനിയാവിലില്ല.
അതുകൊണ്ട് അയാൾ നമസ്കരിച്ചിരിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സത്യവിശ്വാസികളായി ജീവിച്ചു മരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.